ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ശരിയോ? ഇങ്ങനെയൊരു ചിന്ത ക്രൈസ്തവരുടെ ഇടയിൽ അല്പം പ്രബലമാകാൻ തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അതിനൊരു പ്രധാന കാരണമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു സിസ്റ്റർ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സന്ദേശം പറഞ്ഞു. ആ സന്ദേശത്തിൽ പതിവ് പോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞപ്പോൾ പിന്നീടുണ്ടായ കാര്യം തീവ്ര ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധവുമായിട്ടെത്തി. അത് മാത്രമല്ല, ആ സിസ്റ്ററിനെ കൊണ്ട് മാപ്പ് പറയിക്കുക വരെയും ചെയ്തു. അവർ പറയുന്നു, ഇത് അടിച്ചമർത്തപ്പെട്ടവരുടെ ആഘോഷമല്ല, ഇത് വാമനൻ്റെ ആഘോഷമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം വാമനനായിട്ട് അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ ആഘോഷമാണിത്. അപ്പോൾ അന്ന് വരെയുള്ള ഒരു ധാരണയിൽ നിന്ന് പൊതുവായിട്ട് കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന നിലയ്ക്ക് ആഘോഷിക്കപ്പെട്ടിരുന്ന ആ ചിന്തയിൽ നിന്ന് അതിനെ ഇങ്ങനെ മാറ്റുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ക്രൈസ്തവരുടെ ഇടയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിൽ വരെയുള്ള വ്യാഖ്യാനം വന്നു. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് അതിന് വിശദീകരണം ക്രൈസ്തവ സഭയെ നൽകുന്നത്? പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ അത് മെത്രാൻ സംഘമാണ്. വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് വിശദീകരണം നൽകേണ്ടത് മെത്രാൻ സംഘമാണ്. മെത്രാൻ സംഘം വ്യക്തമായ വിശദീകരണം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ സീറോ മലബാർ സിനഡും ഒക്കെ ആ വിശദീകരണം നൽകി. ഓണം ആഘോഷിക്കുന്നത് തെറ്റല്ല. കാരണം നമ്മൾ കേരളീയരുടെ ദേശീയോത്സവം എന്ന നിലയ്ക്കാണ് ആഘോഷിക്കുന്നത്. ആ ദേശീയോത്സവത്തിൽ അടങ്ങിയിരിക്കുന്ന, ആ ഓണത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ചിന്തകളുണ്ട്. ആ നന്മ, സാഹോദര്യം, സഹവർത്തിത്വം, പരസ്പര സഹകരണം, തിന്മയില്ലായ്മ, ഇതെല്ലാമാണ്. അതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഓണാഘോഷത്തെ നമ്മൾ വേറെ തരത്തിൽ കരുതേണ്ട കാര്യമില്ല എന്നാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മൾ പൊതുവായിട്ടുള്ള ആഘോഷിക്കുന്ന ഓണങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സംഗതി, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈഴവ സമുദായത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഓണാഘോഷത്തിൽ കണ്ടു. അവിടെയൊന്നും വാമന പ്രതീകങ്ങൾ നമ്മൾ കാണുന്നില്ല. അവിടെ മഹാബലിയുണ്ട്, പക്ഷെ വാമനനില്ല. ഇവിടെ പൂക്കളമുണ്ട്, പൂക്കളത്തിൽ ഒരു സ്ഥലത്തും വാമന പ്രതിഷ്ഠ കാണുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ മഹാബലിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമത്വ സുന്ദരമായ ഐശ്വര്യപൂർണമായ ഒരു കാലത്തിൻ്റെ സ്മരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ചുള്ള ആഗ്രഹം. ഓണം എന്നുള്ളത് ഐതിഹ്യം എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഓണം കേരളീയരുടെ ദേശീയോത്സവമായിട്ട് അധികകാലം ആയിട്ടില്ല എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1961 പട്ടം താണുപിള്ളയാണ് കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ചത്. അത് ഒരു ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു. പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർ കെ കരുണാകരനും ഇ കെ നയനാരും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അത്തച്ചമയ ഘോഷയാത്രകളൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് പക്ഷേ കൂടുതൽ വിപുലമായ രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി. ഏതായാലും അത് ഒരുപാട് ജനകീയമായിട്ട് മാറിയത് ഈ സ്കൂളുകളിൽ കോളേജുകളിലൂടെയൊക്കെയാണ്. അതിന് പ്രധാന കാരണക്കാർ നമ്മൾ എന്തു പറഞ്ഞാലും മറക്കരുത്, 1961 അതിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ ജനസംഖ്യ 2ാം സ്ഥാനത്ത് ക്രൈസ്തവരാണ്. അതുകൂടാതെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ക്രൈസ്തവർക്കാണെന്ന് കൂടുതൽ. അത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കൂടെ ഉള്ളതാണ്. ഇന്നത്തെ പോലെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളൊന്നും അന്നില്ല. അപ്പോൾ ജനങ്ങളോടുള്ള, അല്ലെങ്കിൽ ഈ ക്രൈസ്തവ ധർമ്മത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സ്കൂളുകളും കോളേജുകളൊക്കെ വന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ട് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ ഓണത്തെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ ദേശീയ ഉത്സവം എന്ന നിലയ്ക്ക് കൂടുതലായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വ്യത്യാസമൊക്കെ വരുന്നത്, അതിൻ്റെ അകത്ത് തീവ്ര ചിന്തകളൊക്കെ കലർത്തുമ്പോഴാണ് സത്യത്തിൽ ഓണത്തിൻ്റെ ആ നന്മകളെല്ലാം മാറുന്നത്. ഏതായാലും നമ്മൾ ഓർക്കേണ്ടത്, ഓണം മുമ്പോട്ട് വയ്ക്കുന്ന ആ നന്മ, സാഹോദര്യം, സൗഹൃദത്വം, സ്നേഹം, അതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് നമ്മൾ, അല്ലാതെ മറ്റ് തരത്തിലുള്ള വിവാദങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുപോലെ എപ്പോഴും വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ വ്യാഖ്യാനം നൽകുന്നത് മെത്രാന്മാരാണ്, മെത്രാൻ സിനഡാണ് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. അപ്പോൾ അവർ പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ മറ്റ് പലരും പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് പറയുന്നതും അത് നമ്മുടെ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. Subscribe now and press the bell icon. Never miss an update.